ഹലോ മോട്ടോ മോട്ടോ രാവിലെ തന്നെ ഇതാരാണ് വന്ന് നിൽക്കുന്നതെന്നുണ്ടോ? അപ്പോൾ ഞാൻ ഈ വരുന്ന വഴിയിൽ മുട്ട വാങ്ങിച്ചേ മുട്ട മീൻ വാങ്ങിച്ചും കൊണ്ട് വരുമ്പോൾ മക്കൾക്ക് ബ്രെഡും മുട്ടയും കൂടി പൊരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രെഡും മുട്ടയും കൂടി വാങ്ങിച്ചും കൊണ്ട് വന്നു. എൻ്റെ മോനുണ്ടല്ലോ, എൻ്റെ പൊടി മോന്, അവന് ഞാൻ ഈ ലോലിപോപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനെന്താക്കി, ലോലിപോപ്പ് വഴി വെച്ച് എന്നെ കഴിച്ച് ഇവിടെ വന്നിട്ട് വീണ്ടും അവൻ ലോലിപോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കഴിച്ചില്ലേ, തരൂല്ലടാ എന്ന് പറഞ്ഞതിന് അവൻ ഇങ്ങനെ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കരഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നിട്ട് നേരെ അടുക്കളയിൽ വന്നിട്ട്, ഞാനിത് ഈ പിള്ളേരയിൽ കൊടുത്തില്ല, പിള്ളേരയിൽ കൊടുത്താലും കൊണ്ടുവന്ന് ഇങ്ങനെ സൂക്ഷിക്കാതെ വെച്ചിട്ട് പൊട്ടിപ്പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്നെ സ്ലാബിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച സാധനമായിരുന്നു. പക്ഷേ എൻ്റെ മോൻ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നല്ല പണിയാക്കി അത് മൊത്തം ഇങ്ങനെ വലിച്ചങ്ങ് താഴെ ഇട്ടു. പൊട്ടി, കംപ്ലീറ്റ് മുട്ടയും പൊട്ടി. ഒരെണ്ണം പോലും പൊട്ടാതെ കിട്ടിയില്ലടേ, അതാണ് സങ്കടം. ഒരെണ്ണം പോലും പൊട്ടാതെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്താണ് പറയാനായിട്ട് വന്നതെന്നറിയാമോ? നമ്മൾ ഇവിടെ വേണ്ട, ഞാൻ ലൈറ്റ് ഇട്ടിട്ട് അകത്തെന്ന് പറയാം. അപ്പോൾ നമ്മളെ ശനിയും ഞായറും എന്ന് പറയുന്ന 2 ദിവസം നമുക്ക് ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളാണ് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ രാവിലെ ഞാൻ സാധാരണഗതിയിൽ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ഞാനൊരു വീഡിയോ, ഒരു ഷോർട്സ് ഇടാറുണ്ട്. എനിക്ക് നിങ്ങളടുത്ത് സംസാരിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അതിനെ ചില ആൾക്കാരൊക്കെ പരദൂഷണം എന്ന വാക്ക് കണ്ട് അത് എഴുതി തള്ളാറുണ്ട്. പക്ഷെ സ്വാഭാവികമാണ്, സ്ത്രീകൾക്ക് കുറച്ചധികം സുഹൃത്തുക്കളുണ്ടായാൽ, അല്ലെങ്കിൽ സ്ത്രീകളെ കേൾക്കാൻ കുറച്ച് ആളുകൾ തയ്യാറായാൽ അവരോട് സ്ത്രീകൾ അവരുടെ കാര്യങ്ങൾ പറയും, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയും. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾ പറയും. അപ്പോൾ സ്ത്രീകളുടെ ചാനലിൽ നിന്ന് നിങ്ങൾ അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. എന്തായാലും ഞാൻ എന്താണ് പറയാനായിട്ട് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഈ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇന്നലെ എനിക്ക് തീരെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ താമസിച്ചു. പിന്നെ വന്നിട്ട് പിന്നെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാനും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ തിങ്കളാഴ്ച എൻ്റെ ആദൂന് സ്കൂൾ തുറക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. പ്ലസ് ടു എന്ന് പറയുന്ന ക്ലാസ്സിന് വലിയ ഇളവുകളൊന്നും ഇല്ല. മറ്റു കുട്ടികൾക്കൊക്കെ പിന്നും ചില കൺസിഡറേഷനൊക്കെ അവർ കൊടുക്കും. പക്ഷെ പ്ലസ് ടു കുട്ടികളല്ല, അവരെന്ന് പറയുന്നത് വലിയ കുട്ടികളായി, സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള ഒരു പ്രാപ്തി നേടിയ കുട്ടികളായി. അപ്പോൾ അവൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ ആനക്കാര്യമൊന്നും, ഒരു ആനക്കാര്യവും ഇല്ലടേ. ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൻ്റെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൻ്റെ കടുപ്പം പോലെയാണ് നമ്മളൊരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പബ്ലിക്കായി, നമ്മളൊരു പബ്ലിക് ഫിഗറായി മാറുകയാണ്. അതായത് ഒന്നുമില്ലെങ്കിൽ ഒരു 10 പേരെങ്കിലും അറിയുന്ന ഒരു തരത്തിൽ നമ്മൾ മാറുകയാണ് ഒരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ. ഈ ചാനൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രത്തോളം പോളിഷ് ചെയ്ത് നമ്മുടെ ക്യാരക്ടറിനെ എത്രത്തോളം നമ്മൾ പോളിഷ് ചെയ്താലും ക്യാരക്ടർ എന്താവില്ല, പോളിഷ് ആവില്ല. അവിടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് പറയുന്നതിൽ കാര്യമില്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മളിനി എത്ര തന്നെ പോളിഷ് ചെയ്ത് നമ്മളെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും നമ്മളെപ്പോഴും എക്സ്പോസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് എനിക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ന വ്യക്തിയെയാണ് നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഞാനിങ്ങനെയാണ്, ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്, പിന്നെ ഒരു മകളാണ്, പിന്നെ എല്ലാ വിചാരങ്ങളുമുള്ള ഒരു മനുഷ്യനാണ്, ഒരു ശരാശരി മനുഷ്യനാണ്. എല്ലാം തികഞ്ഞവളാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലുള്ള, എല്ലാ മനുഷ്യരും കുറവുകളുള്ളവർ തന്നെയാണ്, മനുഷ്യരെല്ലാം കുറവുകളുള്ളവർ തന്നെയാണ്. ഈ കുറവുകളൊക്കെ തന്നെ എല്ലാവരിലും ഒരേപോലുള്ള കുറവുകളായിരിക്കണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറവുകളെല്ലാം തന്നെ
ഞാൻ നിങ്ങളിലേക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ്. അതായത് ഞാൻ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ കോലത്തിൽ, ഞാൻ നൈറ്റിയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഞാൻ അതേ കോലത്തിൽ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ചുരിദാറാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ട് തന്നെ വന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് തോന്നിയാൽ ഞാൻ അപ്പം അങ്ങനെ തന്നെ വന്നിരുന്നുണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പോളിഷ്ഡ് ക്യാരക്ടർ ആവാൻ ഇഷ്ടപ്പെടാത്ത, എന്നെ ആദ്യം മുതൽ കാണുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, ഒരു പോളിഷ്ഡ് ക്യാരക്ടർ ആവാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെതായ ചിന്തകളുണ്ട്, എൻ്റെതായ പിന്നെ വിചാരങ്ങളുണ്ട്. വികാരങ്ങളിനെ ഞാൻ ഇതുവരെയും ആരോടും എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. അതായത് ഞാൻ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. എൻ്റെ ദേഷ്യം പോലും ഞാനിവിടെ പിന്നെ എക്സ്പോസ് ചെയ്യാത്ത ഒരാളാണ്. അതായത് എന്ന് പറഞ്ഞാൽ എൻ്റെ പോളിഷ്ഡ് ചെയ്ത ഒരു ക്യാരക്ടറിൽ ഒന്ന് എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കെപ്പോഴും ദേഷ്യം വരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ കാണിക്കുന്ന ദേഷ്യം മറ്റൊരാളടുത്ത് കാണിക്കുമ്പോൾ ആ വ്യക്തിക്ക് എൻ്റെ ദേഷ്യം കാണാനുള്ള ഒരു അവരെൻ്റെ ആരെങ്കിലും ആയിരിക്കണം. ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എനിക്ക് ദേഷ്യം കാണിക്കാം, എൻ്റെ മക്കളുടെ അടുത്ത് എനിക്ക് ദേഷ്യം കാണിക്കാം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് ദേഷ്യം കാണിക്കാം. പിന്നെ പക്ഷെ അത് വഴി കൂടി പോകുന്ന ഒരാളുടെ അടുത്ത് വെറുതെ ചെന്നിട്ട് എനിക്ക് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യണം? എനിക്കവിടെ എൻ്റെ ദേഷ്യം ഞാനും വേണ്ട, അവിടെ ഞാൻ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ എനിക്ക് സ്നേഹമുണ്ട്, എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്. എനിക്ക് എൻ്റെ ഭർത്താവിന് സ്നേഹമുണ്ട്, എൻ്റെ മക്കളെ സ്നേഹമുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനെ സ്നേഹമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ എനിക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ട് വഴി കൂടി പോകുന്നവരടുത്തെല്ലാം എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ ഭയങ്കര സ്നേഹമുള്ളവളാണ്, എന്നെ എന്ന് സ്നേഹിക്കൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല. അവർക്ക് നമ്മളുടെ ക്യാരക്ടറിനെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളെ സ്നേഹിക്കാനും പറ്റൂ, നമുക്ക് തിരിച്ചും അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ അവിടെയും നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സ്നേഹത്തിനെ മാറ്റി നിർത്തും. അപ്പോ ഞാനിത് എന്തിനാണ് ഈ വളഞ്ഞു ചുറ്റി പിടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്? സംതിങ് എന്ന് പറയുന്നത്, ഞാൻ ഒരു ചാനൽ എടുത്തും കൊണ്ട് വന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ചില ശേഖരണങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ അഭിപ്രായം പറയാം. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഞാനിങ്ങനെ സമയത്തെ അളന്നു കുറിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് എഴുതിക്കൊണ്ടിരിക്കാൻ സമയമില്ല. എനിക്ക് കമൻ്റ് എഴുതിക്കൊണ്ടിരിക്കാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും ഒരാളോടും ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, ഞാൻ അവരോട് ടൈപ്പ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല, ഞാൻ വോയിസ് ഇട്ട് തന്നെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട്, അതായത് എനിക്ക് കമൻറ്റിലൂടെ റിപ്ലൈ ചെയ്ത് തൃപ്തി വരാത്ത കാര്യത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ആയിട്ട്, അതായത് നിങ്ങൾ ചെയ്യുന്ന അതേ സെയിം കാര്യം, അതായത് നിങ്ങൾ കമൻ്റ് ഇടുന്നു, ഞാൻ വീഡിയോ ചെയ്യുന്നു, കമൻറ്റിലൂടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു, ഞാൻ വീഡിയോയിലൂടെ എൻ്റെ അഭിപ്രായം പറയുന്നു. ഇത് എൻ്റെ ചാനൽ, ഈ ചാനലിലൂടെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. മനസ്സിലായോ? അപ്പോൾ മഴയും പെയ്യുന്നതേ, മഴ പെയ്യുന്നു, രാവിലെ ഇവിടെ ഭയങ്കര മഴ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞും കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഇന്ന സംഭവം ഇടണ്ട, നിങ്ങൾക്ക് നാണമില്ലേ ഈ സാധനങ്ങൾ ഇടാൻ എന്ന് പറയുമ്പോൾ, അവിടെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നെ ചെയ്യാനായിട്ട് സമ്മതിക്കാത്ത ഒരു സമൂഹം വരെയാണ്, അല്ലെങ്കിൽ കുറേ വ്യക്തികൾ വരെയാണ്. അതിൽ തന്നെ ഭൂരിപക്ഷം ഞാൻ നോക്കുമ്പോൾ അവർക്ക് എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഞാൻ വീഡിയോ ഇടുന്നത് ഇഷ്ടമാണ്, ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമാണ്, എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ്. ഇവിടെ ഒരു കാര്യവുമില്ലാതെ എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ ഒരു കാര്യവുമില്ലാതെ എന്നെ കേൾക്കാൻ വന്നിട്ട് അവർ പറയാണ്, ഞങ്ങൾക്കിത് ഇഷ്ടമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത്. ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ പോളിഷ്ഡ് ക്യാരക്ടറിന്റെ ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഞാനൊരു ചാനൽ എടുത്തുകൊണ്ട് വന്നു. ഒരിക്കലും എൻ്റെ ഇതെങ്ങനെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു, അതിനെ ഞാൻ റിയാക്ട് ചെയ്തു.
ഇതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിങ്ങൾ കാണുന്ന എന്നിലുള്ള തെറ്റും അത് തന്നെ ആയിരിക്കും. അല്ലാതെ നിങ്ങളെ വീട്ടിൻ്റെ അടുക്കളപ്പുറത്ത് വന്ന് നിങ്ങളുടെ ചോറ് വെച്ച ചോറ് ഞാൻ കട്ടുകൊണ്ട് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഞാൻ പിന്നെ വശീകരിച്ചെടുക്കുകയോ നിങ്ങളുടെ മക്കളെ ഞാൻ ഉപദ്രവിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തതായിട്ട് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലൂടെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് ചില ആൾക്കാർ പറയണം. എനിക്കറിയാൻ പാടില്ല, ചില ആൾക്കാർ പറയുകയാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. ഇത് ശരിക്ക് എന്നെ ആക്രമിച്ച ഒരു വ്യക്തിയെ ഞാൻ തിരിച്ചാക്രമിച്ചതാണ് നിങ്ങൾ കണ്ടത്. ഞാൻ നോക്കുമ്പോൾ ഈ പറയുന്ന നജില എന്ന് പറയുന്ന പുള്ളിക്കാരത്തിനെ ഞാൻ റിയാക്ട് ചെയ്യേണ്ടത് മറ്റാരുടെയൊക്കെയോ ആവശ്യങ്ങളായി മാറുകയാണ്. ഈ നജില എന്ന് പറയുന്ന പുള്ളിക്കാരത്തിനെ വിട്ടിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയാണ്, നിങ്ങളെന്തേ അവളെ വിട്ടോ, പാവപ്പെട്ട ഉമ്മാൻ്റെ ശവം തിന്ന് തീർന്നോ? തിന്നാൻ ശവം പോയിട്ട് ഒരു കുന്ത്രാണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മളെ വീണ്ടും ഇവരെന്ത് ചെയ്യണം, ഫോഴ്സ് ചെയ്യണം. അതായത് നിങ്ങൾ മറ്റൊരു കാര്യത്തെക്കുറിച്ചും സംസാരിക്കേണ്ട, നിങ്ങൾ മറ്റൊന്നിലേക്കും പോകണ്ട, നിങ്ങൾ ഇതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിലേക്ക് തന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്ന ഒരാവശ്യകത മറ്റാർക്കോ ഉള്ളതുപോലെ. അതായത് നജിലയ്ക്കായിരുന്നാലും നജിലേനെ ഞാൻ വിമർശിക്കുമ്പോഴാണ് നജിലയ്ക്ക് തിരിച്ചെന്തെങ്കിലും പറയാനായിട്ട് കിട്ടുന്നത്. അതേസമയം ഞാനൊന്നും പറയുന്നില്ല എങ്കിൽ നജിലയ്ക്ക് പറഞ്ഞ കഥ തന്നെ പറയാനുണ്ട്. കാരണം നജിലയെ കുറിച്ച് നജില എക്സ്പോസ് ചെയ്ത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. വീണ്ടും ഇനി അവർക്ക് പറയാനുണ്ടെങ്കിൽ ആ പറഞ്ഞ കഥ തന്നെ വീണ്ടും 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 ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ വീണ്ടും ഈ പറഞ്ഞ കഥ പറയുന്ന നജിലയെ വീണ്ടും റിയാക്ട് ചെയ്യണം, ചെയ്തേ മതിയാകൂ. നിങ്ങൾ റിയാക്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തോ കിട്ടി. അതായത് നിങ്ങൾക്ക് ഇണ്ടാസ് കിട്ടി, നിങ്ങൾക്ക് കുണ്ടാസ് കിട്ടി, നിങ്ങൾ ഭയക്കുന്നു, നിങ്ങൾ പേടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ ഇവരെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഭയമാണ്, നിങ്ങളെ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പുതിയ ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായ ഒരു കണ്ടന്റ് ഇല്ല, അവർക്ക് സ്വന്തമായ ഒരു അഭിപ്രായമില്ല. ഇവർ ചെയ്യുന്നത് എന്താണ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയി വിശദീകരിക്കുക, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയി വിശദീകരിക്കുക. ഇവർക്ക് സ്വന്തമായി ഒരു അഭിപ്രായമില്ലേ? ഇവർ സ്വന്തമായി ഒരു കണ്ടന്റ് ചെയ്യുന്നില്ലേ? എന്നിട്ടും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായി കണ്ടന്റ് ഇല്ല, എനിക്ക് സ്വന്തമായി കണ്ടന്റ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് 100 കണക്കിന് കണ്ടന്റുകളുണ്ട്, ഇതെനിക്ക് ചെയ്യാനുള്ള ഒരു സമയമില്ല എന്നുള്ളതാണ്. എനിക്ക് 100 കണക്കിന് കണ്ടന്റ് എൻ്റെ ചുറ്റിനുമുണ്ട്, പക്ഷെ ഇത് ചെയ്യാനുള്ള ഒരു സമയം. ഇപ്പോൾ ഒരു തയ്യൽ എനിക്ക് അറിയാവുന്ന ഒരു ജോലിയാണ്. ഇത് പഠിപ്പിച്ചു കൊടുക്കണം, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ തയ്യൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കണം, വീഡിയോ എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം. നമ്മൾ ഇതുപോലെ സംസാരിച്ചിടുന്നത് പോലെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിനുള്ള ഒരു മെമ്മറി സ്പേസ് നമ്മളെ ഫോണിലുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അതിന് ചെയ്യണം. അതിന് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം, സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിന് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നജില എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തിനെ റിയാക്ട് ചെയ്യേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യങ്ങളായി മാറുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഏറ്റ അപമാനത്തിന് ഞാൻ അവർക്ക് മറുപടി കൊടുത്തു. അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തന്നെ എന്നെ അവർ ആക്ഷേപിച്ച അതേ കാര്യങ്ങൾ അതവരുടെ വീഡിയോകൾ വെച്ച് തന്നെ ഞാൻ അവർക്ക് മറുപടി കൊടുത്തു. ഇതിനിടയിൽ വന്ന് വലിയ നന്മ മരങ്ങൾ കളിച്ച് വലിയ ആളുകൾ ചമയുന്ന ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ കാണുന്ന സമയങ്ങൾ മുതൽ എന്നെ ജയിലിൽ കയറ്റുന്നു, എന്നെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നു, എനിക്ക് അറസ്റ്റ് വാറണ്ട് വരുന്നു, എനിക്ക് സമൻസ് വരുന്നു. പക്ഷെ സത്യത്തിൽ ഇതൊന്നും തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തതായ കാര്യങ്ങളാണ്. നിങ്ങൾ എന്നെ കാണുന്ന എല്ലാ വ്യക്തികളും കാണുന്ന ഒരു കാര്യമാണ്, ഞാൻ ശരിക്കും അവരുടെ വീഡിയോകൾ വെച്ച് റിയാക്ട് ചെയ്യുന്നു, ഇവർ എൻ്റെ വ്യക്തി ജീവിതം വെച്ച് റിയാക്ട് ചെയ്യുന്നു, എൻ്റെ വികാരങ്ങൾ വെച്ച് റിയാക്ട് ചെയ്യുന്നു, എൻ്റെ മക്കളെ വെച്ച് റിയാക്ട് ചെയ്യുന്നു, എൻ്റെ ഭർത്താവിനെ വെച്ച് റിയാക്ട് ചെയ്യുന്നു, എൻ്റെ കുടുംബജീവിതത്തെ വെച്ച് റിയാക്ട് ചെയ്യുന്നു. എന്തിനധികം പറയുന്നു, എൻ്റെ ശരീരത്തിലെ സെക്സ് ഓർഗൻസ് വെച്ച് എന്നെ റിയാക്ട് ചെയ്യുന്നു.
ഇവരോട് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയുന്നു ഇതിന് മറുപടി കൊടുക്ക്, ഇതിന് മറുപടി കൊടുക്ക്. നമുക്ക് ഈ കാറ്റ് വരുന്നിടത്തൊക്കെ വേലി കെട്ടാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ വേലിയിലകത്ത് ശ്വാസം മുട്ടി ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ വരും. കാറ്റ് വരുന്നിടത്തൊക്കെ നമുക്ക് വേലി കെട്ടാൻ വേണ്ടിയിട്ട് പറ്റൂല. ചില കാറ്റുകൾ നമ്മളെ ദേഹത്ത് അടിച്ചേ പറ്റൂ. ചില കാറ്റുകൾ നമുക്ക് വളരാനുള്ള വളമായി നമ്മളെ തൊട്ട് തീണ്ടിയേ പറ്റൂ. അപ്പോൾ എല്ലാ കാര്യത്തിനും എനിക്ക് മറുപടി പറയേണ്ടുന്ന കാര്യമില്ല. എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ എന്ന് പറയുന്നത് അവര് വ്യക്തിപരമായ ജീവിതങ്ങൾ നയിക്കുന്ന ചില ആളുകളാണ്. അവർക്ക് വ്യക്തിത്വമുണ്ട്. എൻ്റെ മക്കൾ വളരെ ചെറിയ കുട്ടികളാണ്. പക്ഷെ എങ്കിൽ പോലും അവർക്ക് കളിക്കാൻ അവരാവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് കളിക്കാനുള്ള അവസരം ഞാൻ കൊടുക്കാറുണ്ട്. അവർ കളിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളിലും ഞാൻ അമിത നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു പാരന്റ് അല്ല. അങ്ങനെ എൻ്റെ മക്കളിലേക്ക് അമിത നിയന്ത്രണം കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കേണ്ട. കാരണം എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ വളരണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ തീരുമാനിക്കും. അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് അവരെ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടേക്ക് ആരും കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. എൻ്റെ ഭർത്താവായിരുന്നാലും എൻ്റെ മക്കളായിരുന്നാലും ഞാനായിരുന്നാലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നിങ്ങൾ അടിച്ചു കയറി എന്തോ അഭിപ്രായം പറഞ്ഞ് അല്ലെങ്കിൽ അത് ഞങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത്. അപ്പൊ ഇത് ഇത്രയും ഞാൻ നിങ്ങളോട് പറയാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപാട് കമന്റുകൾ ഈ 2 ദിവസം കൊണ്ട് ഞാൻ കണ്ടത് കൊണ്ട് മാത്രം ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. എന്തിനാണ് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. കോടതിയിൽ പോകുന്നു, വക്കീലിനെ കാണുന്നു, അവിടെ കേസ് കൊടുക്കുന്നു, ഇവിടെ കേസ് കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എന്ത് ചെയ്താലും നിയമത്തിനെ നമുക്ക് ഒരു ന്യായമായ ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ താൻ തെറ്റുകൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു കോടതി എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ നിയമം എന്ന് പറയുമ്പോഴോ കേസ് എന്ന് പറയുമ്പോഴോ ഭയക്കേണ്ടുന്ന ഒരു കാര്യമില്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ചില ആളുകളുടെ കുണ്ടാമണ്ടി ടോക്കൊക്കെ കേട്ടിട്ട് എന്നെ വിളിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യവും ഇതാണ്, ഇപ്പൊ പറയുന്ന ഒരു കാര്യവും ഇതാണ്. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടേണ്ടത്? നമ്മളൊരു തെറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഭയപ്പെടുന്നത്. നമ്മളൊരാളെ കൊന്നു, നമ്മൾ ആ കൊന്നതിന് ശേഷം ആ ബോഡി നമ്മൾ മറവ് ചെയ്തു, ഇത് എപ്പോഴെങ്കിലും പിടിക്കപ്പെടുവോ എന്ന് നമ്മൾ ഭയന്നുകൊണ്ടേയിരിക്കും. മരണം വരെ നമ്മൾ അങ്ങനെ ഭയന്നുകൊണ്ടേയിരിക്കും. നമ്മളൊരാളുടെ വസ്തു മോഷ്ടിച്ചു, ഈ മോഷ്ടിച്ച വസ്തുവും കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റൂല, ജീവിക്കാൻ പറ്റൂല. നമ്മളിങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടേയിരിക്കണം. ഇതെൻ്റെത് മാത്രമാണ്, ഇത് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ് എന്നിങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു വസ്തുത എനിക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യത്തിനെ കുറിച്ച് ഇനി ആര് വന്ന് പറഞ്ഞാലും ഞാൻ റിയാക്ട് ചെയ്യും. എനിക്ക് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്യൂല. എനിക്ക് വീഡിയോ ഇടണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടും. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോകൾ വേണ്ട, എനിക്ക് യൂട്യൂബ് തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അടച്ചു പൂട്ടിയിട്ട് ഞാൻ പോകും. അതൊന്നും ഒരിക്കലും ഒരാളിനെയും ഭയന്നുകൊണ്ടാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ട. ഒരാളിനെയും ഭയക്കേണ്ടുന്ന കാര്യം എനിക്കില്ല. എനിക്ക് എൻ്റെ സൃഷ്ടാവിനെ അല്ലാതെ മറ്റൊരാളിനെയും എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്നെ നിയന്ത്രിച്ചാൽ അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്രേ. അങ്ങനെ ഒരു പെണ്ണിനെ നിയന്ത്രിക്കാനുള്ള അവകാശം അച്ഛനും സഹോദരനുമാണ് എന്ന് ഞാൻ പറഞ്ഞു. എക്സാക്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു സ്ത്രീയെ അച്ചടക്കത്തോടെ ഒതുക്കത്തോടെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വമുള്ളത് അവളുടെ അച്ഛനും സഹോദരനും മാത്രമാണ്. അതും എത്ര വരെ? 18 വയസ്സ് വരെ. 18 വയസ്സ് കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാതാപിതാക്കൾ ഉത്തരം പറയേണ്ടുന്ന ആവശ്യമില്ല. പിന്നെ മാതാപിതാക്കൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും. എന്താണ്?
ഇവരെ ഈ രീതിയിൽ വളർത്തി സമൂഹത്തിന് ഉതകാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളുടെ നേരെ ചിലപ്പോൾ വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥ വരുമായിരിക്കും. അവിടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മാതാപിതാക്കൾക്ക് അതിന്റെ ആവശ്യമില്ല. ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരു കാര്യമുണ്ട്, അതായത് മക്കൾ വലുതാകുന്നത് വരെ ഒരു പ്രായം വരെ മാത്രം മക്കളെ നോക്കേണ്ടുന്ന ഒരു കാര്യമുള്ളൂ. മക്കൾ വലുതായി കഴിഞ്ഞാൽ, മക്കൾ ജോലിക്കാരായി കഴിഞ്ഞാൽ ഈ സിറ്റിസനെ, അതായത് ഈ ഓൾഡ് ആയിട്ടുള്ള വയസ്സായ മാതാപിതാക്കളെ നോക്കുക എന്ന് പറയുന്നത് മക്കളുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്നില്ല. മക്കൾ പിന്നെ എന്തായി, ആ സിറ്റിസൺ ആയിട്ട് മാറി, അവരുടെ ഒരു സിറ്റിസൺ ആയിട്ട് മാറി. ഈ വയസ്സായ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിലേക്കാണ് എത്തുന്നത്. മക്കൾ നോക്കേണ്ടുന്ന ഒരു കാര്യം വരുന്നില്ല. അതുപോലെ തന്നെ മക്കളുടെ ഉത്തരവാദിത്വം, മക്കൾ വലുതായി ഒരു 18 വയസ്സ്, അവരുടെ ആ രാജ്യത്തിന്റെ ഒരു പ്രായപൂർത്തിയാകുന്ന ഒരു പ്രായമുണ്ടല്ലോ, ആ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ നോക്കേണ്ടുന്ന കാര്യമില്ല. അവർ സ്വന്തമായിട്ട് ജോലി ചെയ്ത് അവരവരുടെ കരിയർ, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു ഉത്തരവാദിത്വം. ഇവിടെയാണ്, നമ്മളെ ഇന്ത്യയിലാണ് എത്ര വയസ്സായാലും മക്കൾ ചെയ്യുന്ന കാര്യത്തിന്റെ ഉത്തരവാദിത്വം എവിടേക്ക് വരും? മാതാപിതാക്കളിലേക്ക് വരും. അതേ കണക്ക് മാതാപിതാക്കൾ ചെയ്യുന്ന ഉത്തരവാദിത്വം ഒന്നുകിൽ അവരുടെ ഭർത്താവിന്റെ നേരെ അല്ലെങ്കിൽ അവരുടെ മകന്റെ നേരെ. ഇപ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന ആ 2 കമന്റ്. റജീന സുനിൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തിയും പിന്നെ ഒരു ഡാർക്ക് എന്ന് പറയുന്ന ഒരു പുള്ളിയും കൂടിയാണ് ഈ 2 കമന്റുകളും എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് അങ്ങനെ അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഞാൻ എൻ്റെ രാജ്യത്തിലെ നിയമത്തെയാണ് എൻ്റെ മക്കളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യത്തോടുകൂടി ചിന്തിക്കുവാനും സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കുവാനുമുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളത് അവരിലേക്ക് പഠിപ്പിക്കുന്ന ഒരു പാരന്റാണ് ഞാൻ. എന്നാലേ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടീച്ചർ ഞങ്ങളെ വിളിച്ചു. എൻ്റെ മകളെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്നെ അത്രയും പ്രൗഡായിട്ടാണ് അവർ കണ്ടത്. എൻ്റെ മോളോട് ആ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലൊരു ഉമ്മയെ നിനക്ക് കിട്ടിയതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ്. ആ ടീച്ചർ പറഞ്ഞതാണ്, മോളെ ഇതുപോലൊരു ഉമ്മയെ നിനക്ക് കിട്ടിയതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന്. എൻ്റെ മോള് കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ ടീച്ചറിനോട് റിപ്ലൈ കൊടുത്തത്, ശരിയാണ് ടീച്ചറെ, എൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെ ജീവിതം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതുപോലൊരു ഉമ്മയെ കിട്ടിയത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ പ്രൗഡായിട്ടുള്ള ഒരു മൂമെൻ്റ് എന്ന് എൻ്റെ മോള് പറയുന്നത് എൻ്റെ ചെവികൾ കൊണ്ട് ഞാൻ കേട്ട ഒരു വ്യക്തിയാണ്. ആ ടീച്ചർ അങ്ങനെ പറയുമ്പോൾ എൻ്റെ മോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, ശരിയാണ് ടീച്ചറെ, എൻ്റെ തോളിലോട്ട് പിടിച്ചിട്ട് എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഇതുപോലൊരു ഉമ്മയെ കിട്ടിയതാണ് എൻ്റെ പ്രൗഡ്. 18 വയസ്സുള്ള എൻ്റെ മകൾ എൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ഒരു പൊതു സമൂഹത്തില് ഒരു ടീച്ചർ കേൾക്കെ അവൾ എൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇതുപോലൊരു ഉമ്മയെ കിട്ടിയതാണ് എൻ്റെ പ്രൗഡ്. അതുകൊണ്ട് എൻ്റെ മക്കൾ എന്ന് പറയുന്നത് അത് എൻ്റെ സ്വത്താണ്. അവരെങ്ങനെ വളരണമെന്ന് തീരുമാനിക്കാൻ, അവരേറ്റവും നല്ല മനുഷ്യരായി ഈ ഭൂമിയിൽ വളരും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തരാനായിട്ട് സാധിക്കും. അവർ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യരായിട്ട് വളരും. അവർക്ക് ഞാൻ ഊട്ടിക്കൊടുക്കുന്ന അന്നത്തിന് മകളിൽ അവരെ ഞാൻ മനുഷ്യനായി വളരാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളുടെ നേരെ വരുന്ന ആരോപണങ്ങൾക്ക്, അല്ലെങ്കിൽ എൻ്റെ നേരെ വരുന്ന ആരോപണങ്ങൾ പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ആർക്കും തന്നെ ഒന്നും അതിൻ്റെ എതിരെ പറയാനായിട്ടുള്ള ഒരു റൈറ്റില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പൗരനായി മാറുകയാണ്. ആരുടെയും അടിമയായിട്ട് ജീവിക്കാനുള്ളതല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരുടെയും ഒത്താശയിലോ ഔദാര്യത്തിലോ മറ്റൊരാളുടെ സമ്പത്തിലോ ജീവിക്കേണ്ടുന്നവരല്ല മനുഷ്യൻ. സ്വന്തം സ്വാതന്ത്ര്യം മനസ്സിലാക്കിക്കൊണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് മറ്റവന്റെ കവളത്ത് അടിക്കുന്നത് വരെ ഇല്ല. കവള് വരെ നമുക്ക് കൈ കൊണ്ടുവരാൻ വേണ്ടി ഓങ്ങാൻ പോലും അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വക കാര്യങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ വാല്യൂ നിശ്ചയിക്കേണ്ടത് നിങ്ങളിൽ ആരുമല്ല, ഞാനാണ്. എൻ്റെ മനുഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു മനുഷ്യനാണ്. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്.
അല്ലെ ഞാനാണ് പറയേണ്ടത് എൻ്റെ മനുഷ്യൻ എങ്ങനെയുള്ള ഒരാളാണ്, എൻ്റെ മക്കൾ എങ്ങനെയുള്ള ഒരാളാണ്, അല്ലെ എൻ്റെ മക്കളുടെ ക്വാളിറ്റി, ഇതൊക്കെ പറയേണ്ടത് ഞാനാണ്. പിന്നെ നിരന്തരം ഒരാളിനെ തന്നെ റിയാക്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ അത് ചെയ്യേണ്ടുന്ന കാര്യം എനിക്കില്ല. എനിക്ക് ഈ ലോകത്തിലെ ആരെയും എനിക്ക് ഭയക്കേണ്ടുന്ന കാര്യമില്ല. ഒരു ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിന്റെ മേലെ എന്ത് നിയമ നടപടി സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. ആക്ഷൻ ഉണ്ടാകാതെ റിയാക്ഷൻ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കും.